യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവൻ തയ്യാറായാലും അവന്റെ അമ്മ ജയനിർമ്മല സമ്മതിക്കില്ല ഡോക്ടർ. ഭാവനയുടെ ജീവിതത്തിൽ നിന്ന് സൂര്യ അകറ്റാൻ വേണ്ടി കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നവളാ ജയനിർമ്മല. എന്നാ എണ്ണ ഇനി വേസ്റ്റ് ആക്കണ്ടെന്ന് ആ മാഡത്തിനോട് പറഞ്ഞേക്കാം. സൂര്യ ഭാവനയിൽ നിന്നും സ്വയം രക്ഷപ്പെട്ടു. സത്യം പറഞ്ഞ എന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ഞാൻ ഇത്രയും സന്തോഷിച്ച ദിവസം ഉണ്ടാവില്ല. ഡോക്ടർ, ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആ സേതുമായ സമ്മതിക്കുന്നില്ല. അത് ഭാവനയെ ചികിത്സിക്കുന്ന ഡോക്ടറിന്റെ നിർദ്ദേശമാണ്. നിങ്ങളതൊന്നും കാര്യാക്കണ്ട. കാണണമെന്ന് തോന്നിയ നേരെ അങ്ങ് ഇടിച്ചു കയറിയും കണ്ടേക്കാം. അല്ല ഡോക്ടർ, ആ ഡോക്ടറും ഞങ്ങളോട് ഭാവനയെ കാണണ്ടെന്ന് പറഞ്ഞു. അത് ഡോക്ടറെ കൊണ്ട് സൂര്യ പറയിപ്പിച്ചതാ. പുറത്തുനിന്ന് ആരെങ്കിലും കയറിയ ഭാവനയെ അപായപ്പെടുത്തുന്നുള്ള പേടി അവനുണ്ട്. അല്ല, ഡോക്ടർക്കും ഭാവനെ കാണാൻ പറ്റിയില്ലേ? ഞാൻ കണ്ടതുകൊണ്ടാണ് അവൾ ഇനി എഴുന്നേക്കില്ലെന്ന് ഉറപ്പ് പറഞ്ഞത്. അപ്പൊ പിന്നെ ഇനി ഞാൻ എന്തിനു കാണണം? എന്തായാലും നിങ്ങൾ ഇവിടെ വരെ വന്നല്ലേ, ഇവിടെ എവിടെയെങ്കിലും കറങ്ങി നിന്ന് ഭാവനയെ കണ്ടിട്ട് പോയാൽ മതി. അത്രേ ഉള്ളൂ ഡോക്ടർ. എന്നാലേ ഞങ്ങൾക്കൊരു സമാധാനമുള്ളൂ. ഇതുപോലൊരു വല്യച്ഛനെയും വല്യമ്മയും കിട്ടാൻ ഭാവന പുണ്യം ചെയ്യണം. ഒന്ന് പോ ഡോക്ടറെ, കളിയാക്കാതെ. എന്നാ ശരി, കൂടുതൽ ഇവിടെ അങ്ങ് നിൽക്കണ്ട. ഇനി സൂര്യ മറ്റേ കണ്ടല്ലേ, അത് മതി സംശയം തോന്നാൻ. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് മാറി നിൽക്കാം. ഓക്കെ ഡോക്ടറെ, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഭാവനയ്ക്ക് ബോധം വീണായിരുന്നു? ഇല്ല, ആ ഒരു നിമിഷത്തിന് വേണ്ടിയാ ഞാനും കാത്തിരിക്കുന്നത്. ബോധം വീണാലല്ലേ ഭാവനയുടെ അവസ്ഥ അറിയാൻ പറ്റൂ. എന്നാ പിന്നെ നമുക്ക് ഭാവനയ്ക്ക് ബോധം വന്നിട്ട് കണ്ടാ മതി പാപ്പേട്ട. എന്നാലേ അവക്കിട്ടൊരു കുത്തു കുത്താൻ പറ്റൂ.